വാട്സപ്പ് ബിസിനസ് എ പി ഐയുടെ ബോട്ട് ബിൽഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിൽ അവൈലബിൾ ആയിട്ടുള്ള നോഡുകൾ നമുക്ക് പരിചയപ്പെടാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് മോപ്ലെറ്റിൻ്റെ വാട്സപ്പ് എ പി ഐ ഇൻ്റർഫേസിലാണ്. ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കറൻ്റ് ബോട്ടിലേക്കാണ് പോകുന്നത്. ബോട്ടിൽ നമ്മൾ ഒരു വെൽക്കം മെസ്സേജ് എഴുതിയിട്ടുള്ള ഒരു ഫ്ലോയിലാണ് നമ്മളിപ്പോൾ കറൻ്റ് നിൽക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് പ്രിവ്യൂ നോക്കാം. ജസ്റ്റ് ഇവിടെ ടെസ്റ്റ് പാത്ത് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വെച്ചാൽ നമുക്ക് ഇവിടെ എൻ്റെ പ്രിവ്യൂ കാണാൻ പറ്റും. ആദ്യം തന്നെ മോപ്ലെറ്റിൻ്റെ ബോട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞ് വെച്ചാൽ നമുക്കൊരു വെൽക്കം മെസ്സേജാണ് വരുന്നത്. തൊട്ട് താഴെയായിട്ട് മെനു ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടെ നമുക്ക് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലോ ജസ്റ്റ് ഒന്ന് നോക്കാം, എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഞാനിവിടെ നോക്കിക്കഴിഞ്ഞു പറഞ്ഞു വെച്ചാൽ നമ്മൾ ഈ ഒരു ഫ്ലോ, അതായത് ഈ വെൽക്കം മെസ്സേജസും ആ മെനൂസും ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇവിടെ ആഡ് നോഡ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ്. ആക്ച്വലി ഈ ഒരു നോഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നോക്കിക്കഴിഞ്ഞ് വെച്ചാൽ ഈ സെൻഡ് മെസ്സേജ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു മോപ്ലെറ്റിൻ്റെ വെൽക്കം മെസ്സേജ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള സെൻഡ് മെസ്സേജ് വിത്ത് ഓപ്ഷൻസ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ മെനൂസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നോഡ് ഉപയോഗിച്ചിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബോട്ട് നമ്മൾ ബിൽഡ് ചെയ്യുന്നത്. ഇനി ഇവിടെ എന്തൊക്കെ നോഡുകൾ ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ കറൻ്റ് ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ ഡിസ്പ്ലേ ഇൻഫോ നോഡ്, വെൽക്കം മെസ്സേജസ്, അതേപോലെ തന്നെ ഓപ്ഷൻസ്, കാരോസിൽ, ഇമേജസ്, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ അയക്കണമെങ്കിൽ, കൊട്ടേഷനൊക്കെ ഡോക്യുമെൻ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ അത് നമുക്ക് PDF ഡോക്യുമെൻ്റ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ഡോക്യുമെൻറ്റ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഓഡിയോസ് ഉണ്ട്, വീഡിയോസ് ഉണ്ട്, അങ്ങനെ ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇനി തൊട്ട് അടുത്ത നോഡ് എന്ന് വെച്ചാൽ ഡാറ്റ ഇൻപുട്ട് നോഡാണ്. ഇത് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത് ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫീഡ്ബാക്ക്, അപ്ലോഡ് ഫയൽ, ഫോംസ്, ഐഡൻറ്റിറ്റി, റിക്വസ്റ്റ് യൂസർ ഡാറ്റ, അതൊക്കെ ഒരു ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു ഡാറ്റ ഇൻപുട്ട് നോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത നോഡ് എന്നുണ്ട് പറഞ്ഞു വെച്ചാൽ പ്രോസസ് ആൻഡ് ഫ്ലോ നോഡാണ്. ഈ ഒരു നോഡിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് നമുക്ക് റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്ലോ നോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രിഗർ പാത്ത് എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് നമുക്ക് ട്രിഗർ ചെയ്ത് പോകാൻ, അതുപോലെ തന്നെ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് ഒരു ഇമെയിൽ സെൻഡ് ചെയ്യാനായിട്ട്, വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ചെയ്യാനായിട്ട്, ഇവിടെ ട്രാൻസ്ഫർ ടു ഏജൻറ്റ്, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ടു ക്യാമ്പയിൻ, അങ്ങനെയുള്ള ഓപ്ഷൻസ്, ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻസ് ഒക്കെയാണ് നമ്മൾ ഇവിടെ ഈ ഒരു ഫ്ലോ നോഡിൽ നമുക്കുള്ളത്. അടുത്തത് ഇൻ്റഗ്രേഷൻ നോട്ട്സ് ആണ്. ഈ ഒരു ഇൻ്റഗ്രേഷൻ നോട്ട്സിൽ നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത് ഒരു തേർഡ് പാർട്ടി ഇൻ്റഗ്രേഷൻസും അതേപോലെ തന്നെ ഇതിൻ്റെ ഓട്ടോമേഷൻ ടൂൾസും നമുക്ക് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ സാപ്പിയർ പോലുള്ള ഓട്ടോമേഷൻ ടൂൾസ്, SMS കണക്ടിവിറ്റി, അതേപോലെ തന്നെ മെയിൽ സിമ്പ്, ഇമെയിൽ ക്യാമ്പയിൻസിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കുറേ കോമ്പിനേഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും നോഡുകൾ ഉപയോഗിച്ച്, ഈ ഒരു 4 നോട്ട്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബോട്ട് നമുക്ക് ബിൽഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വാട്സപ്പ് ബിസിനസ് API എന്തൊക്കെ നോഡുകൾ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വാട്സപ്പ് ബിസിനസ് API യുടെ ബോട്ട് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം.